നമസ്കാരം. ദാവൂദ് ഇബ്രാഹിമിന്റെ വലങ്കൈ അന്താരാഷ്ട്ര കുറ്റവാളി സലീം ദോലയെ രഹസ്യാന്വേഷണ ഏജൻസി കീഴടക്കി ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 1.5 മാസങ്ങൾക്ക് മുന്നെയാണ് ഒരു പോലീസ് റെയ്ഡിലൂടെ ഒരു ലഹരി സംഘത്തെ പിടികൂടുകയും അതിൽ നിന്നൊരു നിർണായകമായ വിവരം ലഭ്യമാവുകയും ചെയ്തു. അതായത് ഇതൊരു കേവലം ഒരു ലഹരി സംഘമല്ല, ഇവർക്ക് ഭീകരവാദവുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നതിനെ പറ്റുള്ള ചില വിവരങ്ങൾ ലഭ്യമാകുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് 126 മേഫെ ഡ്രോൺ ഉൾപ്പെടെയുള്ള അതിഗുരുതരമായിട്ടുള്ള ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നുണ്ട്, സിന്തറ്റിക് ഡ്രഗുകൾ കണ്ടെത്തുന്നുണ്ട്. അതിൽ നിന്നാണ് ഈ വിവരം. ഇത് ചെയ്യുന്ന ആൾക്കാർ കേവലം ചെറിയ ടീമുകളൊന്നുമല്ല, ഇവർക്ക് പിന്നിൽ വൻ ഭീകരവാദ ബന്ധമുണ്ട് എന്ന് തിരിച്ചറിയുകയും അതുമായി ബന്ധപ്പെട്ട ചില ഓപ്പറേഷനുകൾ നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സലിം ദോലയാണ്, ദാവൂദ് ഇബ്രാഹിമാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഇവർക്ക് വേണ്ട നിർദ്ദേശം നൽകുന്നത് സലിം ദോലയാണ്. പിന്നീട് സലിം ദോലയ്ക്ക് വേണ്ടിയിട്ടുള്ള വല വിരിക്കുകയായിരുന്നു. ചില സിഗ്നലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇയാൾ തുർക്കിയിലുണ്ട് എന്നും ഇസ്താംബൂൾ വളരെ സുരക്ഷിതമായിരുന്നു കൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് എന്ന് തിരിച്ചറിയുകയും തുർക്കിയിലേക്കുള്ള ഒരു ഓപ്പറേഷൻ നടത്തുകയുമായിരുന്നു. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയും ഇന്റർപോളും അതോടൊപ്പം തന്നെ തുർക്കി പോലീസും ചേർന്ന് നടത്തിയ ഒരു സംയുക്ത ഓപ്പറേഷനിലൂടെയാണ് സലിം ദോലയെ കീഴടക്കിയത്. സലിം ദോലയിൽ നിന്ന് വളരെ നിർണായകമായ ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതായത് ദാവൂദ് ഇബ്രാഹിമും ഉടൻ തന്നെ പിടിക്കപ്പെടും എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്ന് പോയ ചില ആൾക്കാർ ഇപ്പോഴും ഇസ്താംബൂൾ തന്നെ, തുർക്കിയിൽ തന്നെ തങ്ങുന്നുണ്ട് എന്നും ഇവർ ദാവൂദിന് വേണ്ടിയിട്ടുള്ള വല വിരിച്ചിട്ടുണ്ട് എന്നുമാണ് നമുക്കറിയാൻ കഴിയുന്നത്. ചില ആൾക്കാർ ചില മറ്റ് ഇടങ്ങളിലേക്കും പോയിട്ടുണ്ട് എന്നതാണ്. അതായത് ദാവൂദ് ഇബ്രാഹിമും ഉടൻ തന്നെ ഇന്ത്യയിലെത്തും. ഇന്ത്യയെ മുൾമുനയിൽ നിർത്തിയ മുംബൈ സ്ഫോടനം ഉൾപ്പെടെയുള്ള ചില വലിയ സ്ഫോടനങ്ങൾ, ഇന്ത്യയെ അതീവ ഗുരുതരമായി ബാധിച്ചിട്ടുള്ള വലിയ കുറ്റകൃത്യങ്ങൾ, വലിയ സ്ഫോടനങ്ങൾ, ഭീകരവാദ ആക്രമണങ്ങളുടെ ഒക്കെ പിന്നിൽ ദാവൂദ് ഇബ്രാഹിമായിരുന്നു. ദാവൂദ് ഇബ്രാഹിം പിന്നീട് ഇന്ത്യയിൽ നിന്ന് നാടുവിടുകയും പാകിസ്ഥാനിൽ വളരെ രഹസ്യമായി ഇരുന്നു കൊണ്ട് പാകിസ്ഥാനിൽ വെച്ച ചില ഓപ്പറേഷനുകൾ നടത്തുകയും ഇന്ത്യക്കെതിരെ നിർണായകമായ ചില ഓപ്പറേഷൻസിലൂടെ നിരവധി പേരെയാണ് ദാവൂദിൻ്റെ ടീമുകൾ കൊന്നു തള്ളിയത്. അത്തരത്തിൽ ഉള്ള കൊടും കുറ്റവാളിയുടെ വലം കൈയാണ് ഇന്ന് ഇന്ത്യ ഡൽഹിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി ഡൽഹിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഡൽഹിയിലെത്തിയ ഉടൻ തന്നെ ഇവർ അജിത് ഡോവലിനെ, കേന്ദ്ര സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലിന് വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുകയും അജിത് ഡോവൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ദാവൂദ് ഇബ്രാഹിമിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും അജിത് ഡോവലിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ദാവൂദ് ഇബ്രാഹിമും ഉടൻ തന്നെ കീഴടങ്ങും എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും സലിം ദോല കീഴടങ്ങിയതോടുകൂടി ദാവൂദ് ഇബ്രാഹിമിൻ്റെ നട്ടല് തന്നെ ഒടിഞ്ഞിട്ടുണ്ട്. ഇനി അധികം വൈകാതെ ദാവൂദും കീഴടങ്ങും. ISIയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സന്നാഹം തന്നെ ദാവൂദിനെ വളരെ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുകയാണ്. ഡി കമ്പനിയുടെ ഈ വളരെ വിലയുള്ള, ഇന്ത്യ ലക്ഷങ്ങൾ വിലയിട്ടിട്ടുള്ള ഈ ദാവൂദ് ഇബ്രാഹിമിനെ ISIയും പാക് പട്ടാളവും സംയുക്തമായി ചേർന്നാണ് സുരക്ഷിതമായി ഒളിപ്പിച്ചിട്ടുള്ളത്. ഇൻഫർമേഷൻ ലഭിക്കുന്നതിനനുസരിച്ച് പല ഒളിത്താവളങ്ങൾ മാറ്റിയാണ് ഇതുവരെയും സംരക്ഷിച്ചു പോകുന്നത്. അതിനിടയിൽ ഒരിക്കൽ ഈ ദാവൂദ് ഇബ്രാഹിം ഇന്ത്യയിൽ വല വിരിച്ചിരിക്കുമ്പോൾ തന്നെ ദുബായിൽ ക്രിക്കറ്റ് മത്സരം കാണുവാൻ പോലും എത്തിയിട്ടുണ്ടായിരുന്നു. ചില മലയാള നടന്മാർ തന്നെ ദാവൂദിൻ്റെ വലിയ ആരാധകരാണ്, ഇത്രയും വലിയ കൊടും കുറ്റവാളിയുടെ ആരാധകരാണ് എന്നുള്ള തരത്തിൽ തന്നെ ചില ഇൻ്റർവ്യൂകളിൽ പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ കേരളത്തിലെ അതിപ്രശസ്തരായിട്ടുള്ള നടന്മാർ പോലും ഇയാളുടെ ആരാധകരായിട്ടുണ്ട്. അങ്ങനെ ഈ കൊടും കുറ്റവാളി ചെറിയ കുറ്റകൃത്യങ്ങളൊന്നുമല്ല, ചെറിയ ദോഷമൊന്നുമല്ല ഭാരതത്തിന് എതിരെ നടത്തിയിട്ടുള്ളത്. ഭാരതത്തിൻ്റെ ഒരു തലമുറയെ പൂർണ്ണമായും നശിപ്പിക്കുന്ന തരത്തിൽ അവരുടെ സിരകളിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതിൽ, അതോടൊപ്പം തന്നെ സ്ഫോടന പരമ്പരകൾ സംഘടിപ്പിക്കുന്നതിലൊക്കെ ദാവൂദ് ഇബ്രാഹിമിന് വലിയ പങ്കുണ്ട്. അത്തരത്തിലുള്ള ദാവൂദ് ഇബ്രാഹിമിനെയാണ് ഇന്ത്യ തുർക്കിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. തുർക്കി നമ്മുടെ സൗഹൃദ രാജ്യമൊന്നുമല്ല. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെക്കാൾ വലുത് പാകിസ്ഥാൻ തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ഭാരതത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികൾ അവർ ഈ അടുത്ത സമയത്ത് പോലും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞുകൊണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടൊരു മാപ്പ് ബംഗ്ലാദേശിൻ്റെ ഇടക്കാല സർക്കാർ മുഹമ്മദ് യൂനസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അത് ചെയ്തെടുക്കുകയുണ്ടായി. അതിൻ്റെ പിന്നിലും തുർക്കിയായിരുന്നു. തുർക്കിയും പാകിസ്ഥാനും ഒക്കെ ആയിരുന്നു. ചൈനയും ഇവർക്ക് പിന്തുണ നൽകിയിരുന്നു. അങ്ങനെ ഭാരതത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ഓരോ പദ്ധതികൾക്ക് പിന്നിലും തുർക്കിയുടെ കരങ്ങളുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിലെ വിഷയങ്ങളിൽ കശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമാണ് എന്ന തരത്തിൽ തന്നെയാണ് തുർക്കിയുടെ വാദം. ഭാരതത്തെ എന്നും പ്രതിക്കുട്ടിലാക്കി നിർത്തിയിരുന്ന ഒരു രാജ്യം തന്നെയാണ് തുർക്കി. തുർക്കിക്ക് പാകിസ്ഥാനിലൊക്കെ നടക്കുന്ന പല ഭീകരവാദ പ്രൊജക്റ്റുകളുടെയും ഫണ്ടിങ്ങിൻ്റെ പിന്നിലും തുർക്കിയാണ്. അത്തരത്തിലുള്ള തുർക്കിയാണ് ഇന്ത്യ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി വരിഞ്ഞു മുറുക്കുകയും അവരുടെ ഇടയിൽ നിന്ന്, അവരുടെ മടിത്തട്ടിൽ നിന്ന് അന്താരാഷ്ട്ര ഭീകരവാദിയായിട്ടുള്ള, അന്താരാഷ്ട്ര കുറ്റവാളിയായിട്ടുള്ള സലിം ദോലയെ ഇപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും NIA കൂടുതൽ വിവരങ്ങൾക്കായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ തുടരുകയാണ്. അതിലൂടെ കൂടുതൽ ഭീകരവാദ നെറ്റ്വർക്കുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും. എന്തായാലും പാകിസ്ഥാൻ അടിമുടി തകർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ദാവൂദിനെ കീഴടക്കിയത് പാകിസ്ഥാനിൽ കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് ലോക്ക്ഡൗൺ ആണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ഒരു സമ്പാദ്യവുമില്ല. സമ്പാദ്യമെല്ലാം നശിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. ആകെ കൂടെ കുറച്ച് ഭീകരവാദികൾ മാത്രമാണ് പാകിസ്ഥാൻ്റെ ഒരു അസറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരു സമ്പാദ്യവും ഇപ്പോൾ പാകിസ്ഥാനില്ല. മയക്കുമരുന്ന് കച്ചവടവും ഭീകരവാദവും മാത്രമായി പാകിസ്ഥാൻ ചുരുങ്ങിയിരിക്കുകയാണ്. ഊർജ്ജ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ എണ്ണ വാങ്ങുവാനായിട്ട് കാശില്ലാത്ത ഒരു അവസ്ഥയാണ്. പാകിസ്ഥാനെ ഇനി കടം കൊടുക്കുവാൻ ആരും തന്നെ തയ്യാറാവില്ല. സൗദി അറേബ്യയുമായിട്ട് ഇന്ത്യ വളരെ നിർണായകമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. സൗദി ഇനി ഒരു കാരണവശാലും പാകിസ്ഥാനെ സഹായിക്കില്ല. കാരണം സൗദിയുടെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ, അതായത് സൗദിയെ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് സൗദിക്ക് ഒരു സുരക്ഷയും കൊടുക്കുവാനായിട്ട് പാകിസ്ഥാന് സാധിച്ചിട്ടില്ല. പാകിസ്ഥാനുമായിട്ട് വളരെ നിർണായകമായൊരു കരാറ് തന്നെ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഒരു അംബ്രല, ഒരു പ്രതിരോധത്തിനൊരു അംബ്രല തീർത്തു കൊടുക്കും പാകിസ്ഥാൻ സൗദിക്ക് എന്നതായിരുന്നു 2025 ഉണ്ടാക്കിയ കരാർ. എന്നാൽ ഈ കരാറ് പാകിസ്ഥാൻ അങ്ങേയറ്റം മോശമായി, അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ഒരു ലംഘനമാണ്, ഈ കരാർ ലംഘനമാണ് പാകിസ്ഥാൻ നടത്തിയിട്ടുള്ളത്. അതിൽ സൗദിക്ക് വലിയ രീതിയിലുള്ള ഒരു പരാതിയുണ്ട്. സൗദി ഒരു കാരണവശാലും ഇനി പാകിസ്ഥാനെ സഹായിക്കില്ല. അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഏറെക്കുറെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഭീകര പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് എന്നൊരു കാര്യത്തിൽ പോലും പാകിസ്ഥാന് അങ്കലാപ്പാണ്. ഇന്ത്യക്കെതിരെ വളരെ നിർണായകമായ ഓപ്പറേഷന് അപ്പോഴും പാകിസ്ഥാൻ പദ്ധതിയിടുകയായിരുന്നു. അതായത് ലഷ്കർ ഇ തൊയ്ബയുടെ നേതൃത്വത്തിൽ 5000-ഓളം ആൾക്കാരെയാണ് പാകിസ്ഥാൻ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ കളമൊരുക്കി. എന്നാൽ ആ ഓപ്പറേഷൻ തന്നെ തകർന്നുപോയി. അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് മുന്നോട്ട് നീങ്ങുവാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ, ഇനി എന്തെങ്കിലും തരത്തിലൊരു ആക്രമണം പാകിസ്ഥാൻ ഭാരതത്തിന് നേരെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല, ഇന്ത്യ തകർത്തെറിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അപ്പോൾ പോലും ഇന്ത്യയിൽ ചില മൈക്രോ യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാൻ എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ട്രൈഅസറ്റോൺ ടെട്രാപെറോക്സൈഡ് പോലുള്ള വായുവുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടാൽ പോലും പെട്ടെന്ന് പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വസ്തുക്കളുമായിട്ട് ഇന്ത്യയിലെ ചില വ്യക്തികളെ, അതായത് ചില പ്രാദേശിക ഭീകരവാദികളെ പാകിസ്ഥാൻ പിന്തുണയോടുകൂടി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദികളെ പിടികൂടാനിടയായത്. ഉത്തർപ്രദേശിൽ നിന്ന് 2 ഭീകരരെയാണ് പിടികൂടിയത്. ഇവർക്ക് വലിയ ലക്ഷ്യങ്ങളാണ് പാകിസ്ഥാൻ നൽകിയിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പാകിസ്ഥാൻ്റെ ഏറ്റവും നിർണായകമായ സമ്പാദ്യമായ സലീം ദോലെ കീഴടക്കിയതോടുകൂടി ഇനി അടുത്ത ലക്ഷ്യം ദാവൂദ് ഇബ്രാഹിമാണ്. ദാവൂദ് ഇബ്രാഹിമിനെയും ഉടൻ തന്നെ ഭാരതത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും എന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.